നമസ്കാരം. ഈ പാഠശാലയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ PSC മാർച്ച് മാസത്തിലെ എക്സാമിനേഷൻ പ്രോഗ്രാം കലണ്ടർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുള്ള പരീക്ഷകളുണ്ടോ എന്ന് നോക്കുക. അപ്പോൾ നമുക്ക് നോക്കാം ഏതൊക്കെ പരീക്ഷകളാണ് മാർച്ചിൽ നടത്താൻ പോകുന്നതെന്ന്. അപ്പോൾ മാർച്ച് 13-ാം തീയതിയാണ് പരീക്ഷ. ബോയിലർ അറ്റൻഡൻ്റ് എന്ന് പറയുന്ന പരീക്ഷയാണ്. കേരള സ്റ്റേറ്റ് ബാംബു കോർപ്പറേഷൻ നടത്തുന്ന ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് പരീക്ഷയാണ്. അപ്പോൾ കൺഫർമേഷൻ കൊടുക്കാൻ ഡിസംബർ 22 മുതൽ ജനുവരി 10 വരെയാണ് സമയം തന്നിട്ടുള്ളത്. അഡ്മിഷൻ ടിക്കറ്റ് ഫെബ്രുവരി 28 മുതൽ അവൈലബിൾ ആയിരിക്കും. ഓൺലൈൻ പരീക്ഷയാണ്. ഇംഗ്ലീഷിലായിരിക്കും ക്വസ്റ്റ്യൻസ്. 19 പേരാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത്. സിലബസും കൊടുത്തിട്ടുണ്ട്. അടുത്തത് സ്റ്റിവാർഡ് ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പരീക്ഷയാണ്. സ്റ്റേറ്റ് വൈഡ് പരീക്ഷയാണ്. അതും മാർച്ച് 13-ന് തന്നെയാണ് പരീക്ഷ. കൺഫർമേഷൻ ഡിസംബർ 22 മുതൽ ജനുവരി 10 വരെ കൊടുക്കാം. ഫെബ്രുവരി 28-ന് ഹോൾ ടിക്കറ്റ് അവൈലബിൾ ആയിരിക്കും. 297 പേരാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത്. ഓൺലൈൻ പരീക്ഷയാണ്. മീഡിയം ഓഫ് എക്സാം എന്ന് പറയുന്നത് ഇംഗ്ലീഷാണ്. അടുത്തത് ഡ്രൈവർ കം മെക്കാനിക് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് പരീക്ഷയാണ്. തൃശ്ശൂർ ജില്ലയ്ക്ക് വേണ്ടിയിട്ടുള്ള പരീക്ഷയാണ്. അതും മാർച്ച് 13-ന് തന്നെയാണ്. കൺഫർമേഷൻ കൊടുക്കാനുള്ള തീയതി സെയിം ആണ്. അഡ്മിഷൻ ടിക്കറ്റ് 28 ഫെബ്രുവരിയാണ്. ഓൺലൈൻ പരീക്ഷയാണ്. 1115 പേരാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത്. സിലബസും തന്നിട്ടുണ്ട്. അടുത്തത് ഫുൾ ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചറാണ്. സാൻസ്ക്രിറ്റ് ആണ്. എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പരീക്ഷയാണ്. ആലപ്പുഴ ജില്ലയ്ക്ക് വേണ്ടിയിട്ടുള്ള പരീക്ഷയാണ്. ഇത് പരീക്ഷ നടക്കുന്ന തീയതി എന്ന് പറയുന്നത് മാർച്ച് 14 അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് കൺഫർമേഷൻ ഡിസംബർ 22 മുതൽ ജനുവരി 10 വരെയാണ്. അഡ്മിഷൻ ടിക്കറ്റ് ഫെബ്രുവരി 29 മുതൽ അവൈലബിൾ ആയിരിക്കും. അടുത്തത് ഇതിൻ്റെ പാർട്ട് 1 ഇംഗ്ലീഷിലും പാർട്ട് 2 സാൻസ്ക്രിറ്റുമാണ്. ഓൺലൈൻ പരീക്ഷയാണ്. 1748 പേരാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത്. അടുത്തത് പാർട്ട് ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ പരീക്ഷ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയാണ്. ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റും അതുപോലെ തന്നെ ലാറ്റിൻ കത്തലിക് ആംഗ്ലോ ഇന്ത്യന് വേണ്ടിയിട്ടുള്ള പരീക്ഷ കാസർഗോഡ് ജില്ലയിൽ നടക്കുന്ന പരീക്ഷയാണ്. മാർച്ച് 14-നാണ് പരീക്ഷ. ഡേറ്റ് ഓഫ് കൺഫർമേഷൻ സെയിം ആണ്. അതുപോലെ തന്നെ ഹോൾ ടിക്കറ്റ് ഫെബ്രുവരി 29 മുതലാണ് ഹോൾ ടിക്കറ്റ് അവൈലബിൾ ആയിട്ടുള്ളത്. 18 പേരാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത്. ഓൺലൈൻ പരീക്ഷയാണ്. സിലബസ് തന്നിട്ടുണ്ട്. അടുത്തത് പാർട്ട് ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ ഉറുദു ആണ്. എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മലപ്പുറം ജില്ലയ്ക്ക് വേണ്ടിയിട്ടുള്ള പരീക്ഷയാണ്. 15-ാം തീയതി തന്നെയാണ് കോഴിക്കോട് വയനാട് ജില്ലകൾക്കും ഇതേ പരീക്ഷ നടക്കുന്നത്. ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ഉണ്ട്. അതുപോലെ തന്നെ NCA4ST ആ ഒരു എക്സാമും കൂടിയാണ് 15-ാം തീയതി നടക്കുന്നത്. 22 മുതൽ ജനുവരി 10 വരെ, അതായത് ഡിസംബർ 22 മുതൽ ജനുവരി 10 വരെയാണ്. കൺഫർമേഷൻ കൊടുക്കാനുള്ള സമയം മാർച്ച് 1-ാം തീയതി മുതൽ അഡ്മിഷൻ ടിക്കറ്റ് അവൈലബിൾ ആയിരിക്കും. ഓൺലൈൻ പരീക്ഷയാണ്. 266 പേരാണ് മലപ്പുറം ജില്ലയിലേക്ക് അപ്ലൈ ചെയ്തിട്ടുള്ളത്. കോഴിക്കോട് 125, വയനാട് 71, അതുപോലെ വയനാട് STക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തിട്ടുള്ള 2 പേരാണ്. അപ്പോൾ ഇത്രയുമാണ് 15-ാം തീയതിയിലത്തെ പരീക്ഷ. അടുത്തത് 16-ാം തീയതി അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഇൻ ന്യൂറോളജി, അത് ഡയറക്റ്റും ഉണ്ട് NCA എക്സാമും ഉണ്ട്. 16-ാം തീയതിയാണ്. മാർച്ച് 16-നാണ് പരീക്ഷ. കൺഫർമേഷൻ കൊടുക്കാനുള്ള സമയം സെയിം ആണ്. ഡിസംബർ 22 മുതൽ ജനുവരി 10 വരെയാണ്. എക്സാം ടിക്കറ്റ്, അതായത് അഡ്മിഷൻ ടിക്കറ്റ് മാർച്ച് 2-ാം തീയതി മുതൽ അവൈലബിൾ ആയിരിക്കും. സ്റ്റേറ്റ് വൈഡ് പരീക്ഷയാണ്. ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റിന് 57 പേരും NCA എക്സാമിന് 2 പേരുമാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത്. ഓൺലൈൻ പരീക്ഷയാണ്. അടുത്തത് അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഇൻ അനാറ്റമി മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ഉണ്ട്. അതുപോലെ തന്നെ NCA4 ഇഴവത്തിയ ബില്ലവ സ്റ്റേറ്റ് വൈഡ് പരീക്ഷയാണ്. മാർച്ച് 20-നാണ് പരീക്ഷ. മാർച്ച് 20-ന് തന്നെയാണ് അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഇൻ ബയോകെമിസ്ട്രി, അതുപോലെ തന്നെ അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഇൻ ബയോകെമിസ്ട്രി ഡയറക്റ്റ് NCA4 ഷെഡ്യൂൾഡ് കാസ്റ്റ്. ഈ പരീക്ഷകളെല്ലാം അതേ ദിവസം തന്നെയാണ്. ഹോൾ ടിക്കറ്റ് മാർച്ച് 6 മുതൽ അവൈലബിൾ ആണ്. സിലബസും കൊടുത്തിട്ടുണ്ട്. അടുത്തത് അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഇൻ ജനറൽ മെഡിസിൻ പരീക്ഷയാണ്. മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് പരീക്ഷയാണ്. സ്റ്റേറ്റ് വൈഡ് പരീക്ഷയാണ്. മാർച്ച് 20-നാണ് പരീക്ഷ. അഡ്മിഷൻ ടിക്കറ്റ് മാർച്ച് 6-ാം തീയതി മുതൽ അവൈലബിൾ ആയിരിക്കും. ഓൺലൈൻ പരീക്ഷയാണ്. മീഡിയം ഓഫ് എക്സാം എന്ന് പറയുന്നത് ഇംഗ്ലീഷാണ്. 362 പേരാണ് എക്സാമിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തിട്ടുള്ളത്. അടുത്തത് അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഇൻ ജനറൽ മെഡിസിൻ മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റാണ്. NCA4 ഇഴവത്തിയ ബില്ലവ സ്റ്റേറ്റ് വൈഡ് പരീക്ഷയാണ്. മാർച്ച് 20-നാണ് പരീക്ഷ. 6-ാം തീയതി മുതൽ അഡ്മിഷൻ ടിക്കറ്റ് അവൈലബിൾ ആണ്. ഓൺലൈൻ പരീക്ഷയാണ്. മീഡിയം ഓഫ് എക്സാം ഇംഗ്ലീഷാണ്. 24 പേരാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത്. അടുത്തത് അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഇൻ ജനറൽ മെഡിസിൻ NCA4 അതർ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റിക്ക് വേണ്ടി നടത്തുന്ന പരീക്ഷയാണ്. അതും മാർച്ച് 20-ന് തന്നെയാണ്. അപ്പോൾ കൺഫർമേഷൻ കൊടുക്കാനുള്ള തീയതി സെയിം ആണ്. 22 ഡിസംബർ മുതൽ 10 ജനുവരി വരെയാണ്. 6-ാം തീയതി മുതൽ മാർച്ച് 6-ാം തീയതി അഡ്മിഷൻ ടിക്കറ്റ് അവൈലബിൾ ആയിരിക്കും. ഓൺലൈൻ പരീക്ഷയാണ്. മീഡിയം ഓഫ് എക്സാം ഇംഗ്ലീഷാണ്. 10 പേരാണ് ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തിട്ടുള്ളത്. അടുത്തത് അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഇൻ ജനറൽ മെഡിസിൻ മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ഉണ്ട്. അതുപോലെ തന്നെ NCA4 മുസ്ലിം ആ പരീക്ഷയും മാർച്ച് 20-ന് തന്നെയാണ്. മാർച്ച് 20-നാണ് പരീക്ഷ. അഡ്മിഷൻ ടിക്കറ്റ് 6-ാം തീയതി മുതൽ അവൈലബിൾ ആണ്. 40 പേരാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത്. അടുത്തത് അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഇൻ ജനറൽ മെഡിസിൻ NCA4 ഷെഡ്യൂൾഡ് കാസ്റ്റ് കൺവേർട്ട് ടു ക്രിസ്ത്യാനിറ്റി അവർക്ക് വേണ്ടിയിട്ടുള്ള പരീക്ഷയാണ്. മാർച്ച് 20-നാണ് പരീക്ഷ. അഡ്മിഷൻ ടിക്കറ്റ് 6-ാം തീയതി മുതൽ അവൈലബിൾ ആണ്. ഒരാളാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത്. അടുത്തത് അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഇൻ പാത്തോളജി മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ്. മാർച്ച് 20-ന് തന്നെയാണ് പരീക്ഷ.
6-ാം തീയതി മുതൽ അഡ്മിഷൻ ടിക്കറ്റ് അവൈലബിൾ ആണ്. 299 പേരാണ് ഈ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തിട്ടുള്ളത്. സിലബസ് കൊടുത്തിട്ടുണ്ട്. അടുത്തത് അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഇൻ ഫാർമക്കോളജിയാണ്. മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ്. ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റാണ്. സ്റ്റേറ്റ് വൈഡാണ്. മാർച്ച് 20-നാണ് പരീക്ഷ. അതുപോലെ തന്നെ മാർച്ച് 20-നുള്ള മറ്റൊരു പരീക്ഷയാണ് അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഇൻ ഫാർമക്കോളജി. അത് MCA ഫോർ വിശ്വകർമ്മയാണ്. മറ്റേത് ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റാണ്. രണ്ടും ഒരേ ദിവസം തന്നെയാണ്. 6-ാം തീയതിയാണ് അഡ്മിഷൻ ടിക്കറ്റ് അവൈലബിൾ ആയിട്ടുള്ളത്. ഓൺലൈൻ പരീക്ഷയാണ്. ഇംഗ്ലീഷാണ് പരീക്ഷ. മീഡിയം എന്ന് പറയുന്നത് ആദ്യത്തെ ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് 110 പേരും MCA ഫോർ വിശ്വകർമ്മയ്ക്ക് വേണ്ടിയിട്ട് ഒരാളുമാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത്. സിലബസ് കൊടുത്തിട്ടുണ്ട്. അടുത്തത് അസിസ്റ്റൻറ്റ് പ്രൊഫസർ മെഡിക്കൽ ഓങ്കോളജിയാണ്. ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ്. മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ്. മാർച്ച് 21-നാണ് പരീക്ഷ. മാർച്ച് 7-ാം തീയതി മുതൽ അഡ്മിഷൻ ടിക്കറ്റ് അവൈലബിൾ ആയിരിക്കും. കൺഫർമേഷൻ കൊടുക്കാനുള്ള തീയതി സെയിം ആണ്. 22 ഡിസംബർ മുതൽ ജനുവരി 10 വരെയാണ്. 22 പേരാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത്. ഇനി അസിസ്റ്റൻറ്റ് പ്രൊഫസർ മെഡിക്കൽ ഓങ്കോളജിയുടെ MCA ഫോർ ഇരവ തീയ ബിലവ അവർക്ക് വേണ്ടിയിട്ടുള്ള പരീക്ഷ അതും 21-ാം തീയതി തന്നെയാണ്. അതിൽ 5 പേരാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത്. ആ ഒരു കാറ്റഗറിയിൽ 5 പേരാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത്. അടുത്തത് അസിസ്റ്റൻറ്റ് പ്രൊഫസർ മെഡിക്കൽ ഓങ്കോളജി MCA ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റിന് വേണ്ടിയിട്ടുള്ള കാറ്റഗറി. ആ കാറ്റഗറിക്ക് വേണ്ടിയിട്ടുള്ള പരീക്ഷയാണ്. മാർച്ച് 21-നാണ് പരീക്ഷ. മാർച്ച് 7-ാം തീയതി മുതൽ ഹോൾ ടിക്കറ്റ് അവൈലബിൾ ആയിരിക്കും. 2 പേരാണ് ഈ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തിട്ടുള്ളത്. അടുത്തത് അസിസ്റ്റൻറ്റ് പ്രൊഫസർ മെഡിക്കൽ ഓങ്കോളജി മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ്. ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് MCA ഫോർ മുസ്ലിം ആ കാറ്റഗറിയിലുള്ളതാണ്. 21 മാർച്ചാണ് പരീക്ഷ. 7-ാം തീയതി മാർച്ച് 7 മുതൽ അഡ്മിഷൻ ടിക്കറ്റ് അവൈലബിൾ ആയിരിക്കും. കൺഫർമേഷൻ തീയതി സെയിം ആണ്. ഓൺലൈൻ പരീക്ഷയാണ്. ഒരാളാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത്. അടുത്തത് ഇതേ പരീക്ഷ തന്നെ MCA ഫോർ ലാറ്റിൻ കാത്തലിക് ആംഗ്ലോ ഇന്ത്യൻ കാറ്റഗറിയിൽ ഒരാളാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത്. എക്സാം ഡേറ്റും കൺഫർമേഷനും അതുപോലെ തന്നെ അഡ്മിഷൻ ടിക്കറ്റ് അവൈലബിൾ ആവുന്നതും സെയിം തീയതി തന്നെയാണ്. അടുത്തത് അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഇൻ ജനറൽ സർജറി മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ്. ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ്. സ്റ്റേറ്റ് വൈഡ് എക്സാം ആണ്. അതും മാർച്ച് 21-നാണ് പരീക്ഷ. ഈ പറഞ്ഞ പോലെ തന്നെ കൺഫർമേഷൻ തീയതിയും അതുപോലെ തന്നെ അഡ്മിഷൻ ടിക്കറ്റ് അവൈലബിലിറ്റിയും സെയിം ദിവസമാണ്. 312 പേരാണ് ഈ പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്തിട്ടുള്ളത്. അടുത്തത് അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഇൻ ജനറൽ സർജറി സ്റ്റേറ്റ് വൈഡ് പരീക്ഷയാണ്. ഷെഡ്യൂൾഡ് കാസ്റ്റ് കൺവേർട്ട് ടു ക്രിസ്ത്യാനിറ്റി കാറ്റഗറിക്ക് വേണ്ടിയിട്ടുള്ള പരീക്ഷയാണ്. അഡ്മിഷൻ ടിക്കറ്റ് അവൈലബിലിറ്റി ഒക്കെ സെയിം ദിവസം തന്നെയാണ്. അതായത് മാർച്ച് 7-നാണ്. ഒരാളാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത്. അടുത്തതാണ് അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഇൻ പീഡിയാട്രിക്സ് മെഡിക്കൽ എഡ്യൂക്കേഷൻ. ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ്. സ്റ്റേറ്റ് വൈഡാണ്. മാർച്ച് 23-നാണ് പരീക്ഷ. അഡ്മിഷൻ ടിക്കറ്റ് മാർച്ച് 7-ാം തീയതി മുതൽ അവൈലബിൾ ആണ്. കൺഫർമേഷൻ തീയതി സെയിം ആണ്. ഡിസംബർ 22 മുതൽ ജനുവരി 10 ഓൺലൈൻ പരീക്ഷയാണ്. 269 പേരാണ് ഈ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തിട്ടുള്ളത്. അടുത്തത് അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഇൻ റേഡിയോ ഡയഗ്നോസിസ് ആണ്. മെഡിക്കൽ എഡ്യൂക്കേഷൻ. ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ്. മാർച്ച് 23-നാണ് പരീക്ഷ. മാർച്ച് 7-ാം തീയതി മുതൽ അഡ്മിഷൻ ടിക്കറ്റ് അവൈലബിൾ ആണ്. 91 പേരാണ് ഈ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തിട്ടുള്ളത്. കൺഫർമേഷൻ തീയതി സെയിം ആണ്. അടുത്തത് അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഇൻ റേഡിയോ ഡയഗ്നോസിസ് MCA ഫോർ SIUC നാടാർ ആ കാറ്റഗറിക്ക് വേണ്ടിയിട്ടുള്ള പരീക്ഷയാണ്. അതേ ദിവസം തന്നെയാണ്. മാർച്ച് 23 തന്നെയാണ് പരീക്ഷ. 7-ാം തീയതി മുതൽ അഡ്മിഷൻ ടിക്കറ്റ് അവൈലബിൾ ആണ്. ഒരാളാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത്. അടുത്തത് അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഇൻ റേഡിയോ തെറാപ്പി മെഡിക്കൽ എഡ്യൂക്കേഷൻ. ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ്. 23-നാണ് പരീക്ഷ. 7-ാം തീയതി മുതൽ അഡ്മിഷൻ ടിക്കറ്റ് അവൈലബിൾ ആണ്. 98 പേരാണ് ഈ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തിട്ടുള്ളത്. അടുത്തത് അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഇൻ റേഡിയോ തെറാപ്പി ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് MCA ഫോർ മുസ്ലിം ആണ്. 23-നാണ് പരീക്ഷ. 7-ാം തീയതി മുതൽ ഹോൾ ടിക്കറ്റ് അവൈലബിൾ ആണ്. 7 പേരാണ് ഈ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയും പരീക്ഷകളാണ് മാർച്ചിൽ PSC നടത്താൻ പോകുന്നത്. അതുപോലെ തന്നെ കൺഫർമേഷന് ശേഷം ഇപ്പോൾ കൺഫർമേഷൻ തീയതിയാണല്ലോ 10-ാം തീയതി വരെ. അപ്പോൾ അതിന് ശേഷം വരുന്ന കലണ്ടറിലാണ് കാൻഡിഡേറ്റ്സിൻ്റെ എണ്ണത്തിൽ വരുന്ന മാറ്റങ്ങൾ അറിയാൻ പറ്റുന്നത്. ചിലപ്പോൾ പലരും കൺഫർമേഷൻ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഇതിൽ പറയുന്ന കാൻഡിഡേറ്റ്സിൻ്റെ എണ്ണത്തിൽ കുറവ് വരുന്നതായിരിക്കും. അപ്പോൾ അത് മാത്രമേ ഉള്ളൂ മാറ്റം വരാനായിട്ടുള്ളത്. അപ്പോൾ എന്തായാലും വീഡിയോ കണ്ടതിന് താങ്ക് യു സോ മച്ച്.